ഇന്ന് നമുക്ക് 4 മണിക്കത്തെ ചായക്കടി മസാല ബോണ്ടാക്കിയാലോ? അപ്പോൾ ഇതേപോലെ കുറച്ച് വല്യുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിയുക. എൻ്റെ കണ്ണീര് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പം കണ്ടോളിട്ടോ, ഞാൻ നല്ലോണം കരയുന്നുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങ് എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി അരിയുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത് വേണമെങ്കിൽ ചതച്ചിടുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞാലും മതി. പിന്നെ കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ വല്യുള്ളി അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും റെസിപ്പിനെ കുറിച്ചിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെക്കാളും നല്ല പാചകം അറിയുന്ന ആൾക്കാരെന്നേക്കാളും എൻ്റെ വീഡിയോ കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ അല്ല കേട്ടോ, ഇന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്താ നല്ലേ, വേറെ ഒന്നല്ല, ഞാൻ മാവ് ഉണ്ടാക്കിയ സമയത്ത് അതിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടോ. നമ്മൾ മസാല ബോണ്ട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇതിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ മസാല ബോണ്ടിൻ്റെ ഷേപ്പ് മാറും. ചിലപ്പോൾ മസാല ബോണ്ടൊന്നും ആവില്ല, ചിലപ്പോൾ ആകെ എണ്ണയിൽ ആകെ പൊട്ടിത്തെറിച്ച് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടോ. ഒന്ന് എനിക്ക് ഇതേപോലെ ചട്ടിയിലാകെ തെറിച്ച് പോയിട്ടോ, ബാക്കിയുള്ളത് കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കണോണ്ടേക്കാരും ഇന്ന് കൊളായിട്ടില്ലെങ്കിൽ പിന്നെ എന്ന് കൊളാവാനല്ലേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ. എന്തൊക്കെ തന്നെ ആയാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കി പറയണമെന്നൊന്നും ആരും കരുതണ്ട. എന്തായാലും ഉണ്ടാക്കിയ സാധനമൊക്കെ കാലിയായിട്ടുണ്ട്. അതാണല്ലോ നമ്മളെ പരീക്ഷണ വിജയം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.